ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. ഞാനിത് ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ കേട്ടോ, അതാ സൗണ്ടൊക്കെ എന്തോ പോലെ. അപ്പോൾ ഇന്ന് കുറേ നാളായാലും ഒരു ഡെയിലി വ്ളോഗ് ചെയ്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നുള്ളത്. എഴുന്നേറ്റ് ബ്രഷിങ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ഡോഗ്സ് ചപ്പാത്തി ഞാൻ ചൂടാ, അമ്മ പരത്തിക്കോ. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ചപ്പാത്തി. നമ്മൾ മോസ്റ്റ്ലി വൈകുന്നേരം ഉണ്ടാക്കാറുണ്ട്. ഇപ്പം പിന്നെ ഓരോ സമയത്തും ഓരോ തിരക്കായതുകൊണ്ട് ഉണ്ടാക്കാറില്ല. ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം ഇങ്ങനെയാണ്, ഒന്നുകിൽ ഞാൻ പരത്തും, അല്ലെങ്കിൽ അമ്മ പരത്തും, അല്ലെങ്കിൽ ഞാൻ ചുടും, അങ്ങനെ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ചപ്പാത്തിയാണ്. മോസ്റ്റ്ലി എല്ലാ ദിവസവും ഒന്നും ഇരിക്കില്ല, ഓരോ ദിവസം ഇങ്ങനെ മാറി 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 ഓരോ സാധനമായിരിക്കും. അപ്പം ചപ്പാത്തി ആണെങ്കിൽ അമ്മ പരത്തും, ഞാൻ ചുടും, അങ്ങനെയാണ്. പിന്നെ ചപ്പാത്തി നമ്മൾ രാത്രിയിലേക്കും കൂടെ ഉണ്ടാക്കും. പിന്നെ രാത്രി വേറെ ഡിന്നറായിട്ടൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി അങ്ങനെയാണ്. പിന്നെ ചപ്പാത്തി ചുടട്ടെ. അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഷുട്ടു എഴുന്നേൽക്കുന്നതിന് മുന്നേ എന്നാൽ പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം കുറച്ചായിട്ട് രാവിലെ എന്നല്ല, നോർമലി പാലൊക്കെ കട്ട് ചെയ്തു. ബ്ലാക്ക് കോഫിയാണ് ഇപ്പം അധികം കുടിക്കാറുള്ളത്. അമ്മ പിന്നെ രാവിലെ എഴുന്നേറ്റപാടെ ഒരു പാൽ ചായ കുടിക്കും. പിന്നെ എൻ്റെ കൂടെ ഒക്കെ കുടിക്കുമ്പം എപ്പോഴും കട്ടനാണ് ഇപ്പോൾ കുടിക്കാറുള്ളത്, ഇപ്പം എന്നല്ല എപ്പോഴും. അപ്പോൾ ഇതാ നമ്മുടെ കട്ടനൊക്കെ റെഡിയായി. ഇന്ന് നമുക്ക് മുട്ടക്കറി ചപ്പാത്തിയാണ്, ഞാൻ നേരത്തെ കാണിച്ച പോലെ. അപ്പോൾ മുട്ടക്കറിയാണ് നമ്മുടെ ചപ്പാത്തീൻ്റെ പാർട്ട്ണർ ഇന്നത്തെ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോട്ടെ. ഞാനും അമ്മയും രാവിലെ പിന്നെ എപ്പോഴും ഒന്നിച്ചാണ് ചായ കുടിക്കാറുള്ളത്. ചേച്ചി ഉണ്ടെങ്കിൽ ഞാനും ചേച്ചിയും എല്ലാവരും ഒന്നിച്ച് കുടിക്കും. ഇപ്പം പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷുട്ടു എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവൾ മേലെ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡും അവൾ എഴുന്നേൽക്കുമ്പോൾ മാത്രമേ എണീക്കാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് അങ്ങനെ എണീറ്റ് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അവൾ വരുമ്പോഴേക്കും എൻ്റെ പണിയൊക്കെ തീർക്കട്ടെ എന്ന് വെച്ച് എനിക്ക് അലക്കാനുള്ളതൊക്കെ മെഷീനിലിടാമെന്ന് വിചാരിച്ചു. നോർമലി ഞങ്ങളുടേത് മാത്രമേ വാഷിംഗ് മെഷീനിൽ ഇടുള്ളൂ. ഷുട്ടുവിനെ ഞാൻ എപ്പോഴും കൈ വാഷ് തന്നെയാണ് ചെയ്യാറുള്ളത്. അവളുടെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. പിന്നെ അവൾ കഴിച്ച ഫുഡിൻ്റെയൊക്കെ മഞ്ഞയും ചുവപ്പും കളറും മൊത്തം ഡ്രസ്സിലുണ്ടാവും. അതൊക്കെ ഉരച്ച് തേച്ച് കളയണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ അത് ഞാൻ അലക്കുന്നതാണ് അലക്കാറുള്ളത്. അങ്ങനെ മിഷനിൽ ഡ്രസ്സൊക്കെ എടുത്തിട്ടു. നമ്മളതാണ് മിഷനിലിടുക. പിന്നെയുള്ളത് ഷുട്ടൂവിൻ്റെ ആയിരിക്കും. അവളുടെ പൊതുവെ അങ്ങനെ മിഷനിലിടാറില്ല, ഞാൻ ഹാൻഡ് വാഷ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ഇപ്പം ചെയ്താൽ നടക്കില്ല, അവളിപ്പോൾ എണീക്കും. അപ്പോൾ ഇനി അവൾക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വേണം ഇനി ആ പരിപാടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. ഇന്നലെ പ്രത്യേകിച്ച് വേറെ കാര്യവും പരിപാടിയൊന്നും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങണം. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അമ്മമ്മേനെ കാണാൻ പോകണമെന്നുണ്ട്. അതായത് അമ്മേനെ കുറച്ച് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട്. അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് കാണാം. അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയ മീൻ, നങ്ക് ആൻഡ് അയില. അപ്പോൾ ഇന്ന് നമ്മുടെ പയർ ഉപ്പേരിയാണ് ലഞ്ചിന് വേണ്ടിയിട്ട്. ഇന്നിങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുറിച്ചിടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇത് നോക്കട്ടെ. അങ്ങനെ ഞാൻ ഉപ്പേരിക്ക് കട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ഷുട്ടു എഴുന്നേൽക്കുന്നതിന് മുന്നേ പറ്റുന്ന പോലെ കുറച്ച് അധികം മോസ്റ്റ്ലി ഞാൻ ഉപ്പേരിയാണ് ഡെയിലി ഉണ്ടാക്കാറുള്ളത്. അമ്മയാണ് കറിയൊക്കെ വയ്ക്കുന്നത്. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊരു ചേച്ചി വരാറുണ്ട്. പിന്നെ അങ്ങനെ അമ്മ പെട്ടെന്ന് തന്നെ അരിയും ചോറൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കും. എന്താ വെച്ചാൽ അവൾ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കത്തി എടുത്ത് തുടങ്ങിയാൽ പിന്നെ അവൾ എന്നെ വിടില്ല. അമ്മേന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ കുറച്ച് തീർക്കും. അപ്പോൾ നമുക്ക് അയിലയും നങ്കുമാണ് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നങ്ക്, ഇതിന് എല്ലാ സ്ഥലത്തും എന്താ പറയുന്നത് എനിക്കറിയില്ല. നമ്മുടെ അടുത്ത് ഇതിന് അയില ആൻഡ് നങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫിഷ്. ഇനി ഞാനിപ്പം നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ്. വലിയ പയർ എന്തായാലും ഉണ്ടാക്കട്ടെ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ പയർ അടുപ്പത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ എഴുന്നേൽക്കുന്ന ടൈമൊക്കെ ആയി മൂപ്പർ. എഴുന്നേൽക്കുന്നതിലിടക്ക് കുറച്ച് ഞാൻ ഇതൊന്ന് അടുപ്പത്തിട്ടൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിയുമ്പോഴേക്കും ആൾ എണീച്ചിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ആൻറ്റി വന്നു. അയ്യോ, തേങ്ങ പോകല്ലേ.
ബീനാൻ്റെ അയില മുച്ചുന്ന നമ്മളെ ഷുട്ടൂപ്പി എണീച്ചില്ലേ. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോയ ഷിമ്മ കാണാൻ പോയത് ബീനാൻ്റെ മീൻകാരിയൻ ചുട്ടാ നോക്കട. ഇത് ഇതിന്റെ അയില ഇതാ വലിയ അയില. നമ്മൾ പോകുന്നില്ല ഫിഷിന്റെ തേങ്ങ. സീരിയൽ അമ്മ ഇപ്പളെ പഠിപ്പിച്ചിട്ടുള്ള ഒക്കെ നമുക്ക് ആദയാ. അതിന് ഷുട്ടുപ്പി ബ്രഷ് ചെയ്യാൻ പോവാണ്. നമ്മൾക്ക് മഴ പെയ്യോ ഷുട്ടു? മഴ വരുന്നുണ്ട് കാശ്. ഇവിടെ മഴക്കാറാണ് ഫുള്ള്. അപ്പൊ നമ്മൾ ബ്രഷ് ചെയ്യട്ടെ. എങ്ങനെ ബ്രഷ് ടീത്ത് ചെയ്യാം? ബ്രഷ് ടീത്ത് എമ്മാടി. ഇത് എമ്മാടി ഫാനാണ് ഗൈസ്. എമ്മാടി എമ്മാടി മുന്നാലെണ്ണ തുടിക്കീരെ. അമ്മ പാടിത്തരാം. നീ ഞാൻ പാടട്ടെ. നോക്കെ ഗൈസ്, ഞാൻ ഇവിടെ പല്ലിപ്പിക്കട്ടെ. ബ്രഷ് അതിലേക്ക് ഓടിക്കോ. ഇങ്ങനെ കാണിച്ചു. അമ്മ ബ്രഷ് ചെയ്ത് ചായ എല്ലാം കുടിച്ചു. ബ്രഷ് ചെയ്യുമ്പോൾ ഇതാണ് പ്രശ്നം. ഞാൻ അവളുടെ കൂടെ തന്നെ ബ്രഷ് ചെയ്യണം. ഞാൻ ഓൾറെഡി ബ്രഷ് ചെയ്ത് ചായ കുടിച്ചു. വെരി ഗുഡ്. ഓക്കെ അമ്മ ബ്രഷ് എടാ അമ്മ ബ്രഷ് ചെയ്തതാ ഓൾറെഡി. ഇതാ അമ്മന് ബ്രഷ്. പേസ്റ്റ് വേണ്ട, ഞാൻ ബ്രഷ് ചെയ്ത്. പേസ്റ്റ് വേണ്ട. ഞാൻ ഇങ്ങനെ തേക്കും. ഷുട്ടു ഇങ്ങനെയല്ലേ തേക്കും, നമ്മ ഇങ്ങനെ തേക്കും. അയ്യോ അയ്യോ അമ്മന്റെ പ്രശ്നം കൂടി തേക്കാൻ പാടില്ല. നീ തേക്ക്. ഭാഗത്തേക്ക് അവരൊക്കെ കളിയാക്കും. വിഷമൊന്നും ചെയ്യില്ല പറയും. കുട്ടികളല്ലേ അത് കുട്ടി. വേഗം ബ്രഷ് ചെയ്താട്ടെ. എങ്ങനെയാ അമ്മ എങ്ങനെ തേക്കുക? ആ നമ്മളെന്നാ ബ്രഷ് ചെയ്തിട്ട് വരാം ഗൈസ്. ബൈ. ഇനി നോക്കട്ടാ. ഹായ് ഷുട്ടു. ഇതാണ് ഷുട്ടു പപ്പായ പറഞ്ഞ പപ്പായ. പഴുത്ത ഇല്ല, അത്ര ഇല്ല. പക്ഷെ നല്ലോണം പഴുത്തിനല്ലേ. ഇന്നലെ ഞാൻ വിചാരിച്ചു പഴുത്തിട്ടില്ല. ഷുട്ടു ഇത് ബീനാൻറ്റീന്റെ പപ്പായ. ഷുട്ട ബീന ബീന മത്തി കഴിഞ്ഞോ? ഷുട്ടു. ഹായ്. അയ്യേ ഫോട്ടോ എടുക്കുന്നൊന്നും ഇല്ല ഞാൻ. ചുറ്റും ചപ്പാത്തി മുട്ടക്കറി തരാലോ. അങ്ങനെ ആ ഷുട്ടുവിന് ഫുഡ് കൊടുക്കാനിരുന്നാണ്. ആൾക്ക് ഒന്നുകിൽ ഒറ്റയ്ക്ക് കഴിക്കണം. പിന്നെ രാവിലെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. കുറച്ച് നല്ല ഇപ്പം ഭയങ്കര ടാസ്ക്കാണ് അവളെ കഴിപ്പിക്കൽ. കാരണം അവൾക്ക് രാത്രി പാൽ കൂടി കുറച്ച് കൂടുതലാണ്. അപ്പം രാവിലെ വിശപ്പ് ഭയങ്കര കുറവാണ് മൂപ്പർക്ക്. ഞാൻ ഒരു വിധം എങ്ങനെയൊക്കെയോ ആണ് കഴിപ്പിക്കേണ്ടത്. അപ്പോഴേക്കും നമ്മളെ ഫിഷൊക്കെ ഇവിടെ റെഡിയായി. അമ്മ കറി വയ്ക്കാനും പൊരിക്കാനുള്ളത് ഞാൻ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഷുട്ടൂനാണ് മെയിൻലി എന്താ പറയുക ഫ്രൈ ആയിട്ട് നമ്മൾ കൊടുക്കാറുള്ളത്. നമ്മൾ കറി വെച്ച് എന്തെങ്കിലും കഴിക്കും. പിന്നെ അവൾക്ക് ഈ അധികം മുള്ളുള്ള മീൻ കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ അധികം മുള്ളില്ലാത്തത് കുറച്ച് ഫ്രൈ ചെയ്ത് അവൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള എരിവൊക്കെ ഇട്ടിട്ടാണ് അമ്മ എപ്പോഴും കുക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പം അങ്ങനെ തരംതിരിച്ച് വേണം ഇപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾക്ക് എന്തായാലും മീൻ ഭയങ്കര നിർബന്ധമാണ്. അതാണ് മെയിനായിട്ടുള്ളത്. ഇപ്പം മൂപ്പർക്ക് ചിക്കൻ അധികം ഇഷ്ടമേ അല്ല. ചിക്കൻ്റെ ആവശ്യമേ ഇല്ല. ആദ്യമൊക്കെ ചെറിയ ഓരോ പീസൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എന്താ അറിയില്ല, അവൾ ചിക്കൻ തീരെ കഴിക്കുന്നില്ല. ഒരു കണക്കിന് നല്ലതാണ്, ബ്രോയിലർ കോഴിയാണല്ലോ. പക്ഷെ ഫിഷ് എന്തായാലും വേണം. അതില്ലാണ്ട് ചോറ് കഴിക്കാൻ ഭയങ്കര പാടുമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ
നങ്കാണ് ഇന്ന് കറി വയ്ക്കുന്നത്. മാങ്ങ ഇട്ട് കറി വെക്കാമെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ അമ്മ അതൊക്കെ പ്രിപ്പയർ ചെയ്യായിരുന്നു. അവളപ്പുറത്തുനിന്ന് ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തേങ്ങ അരച്ച് മീൻകറി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെക്കുന്നതാണ്. ബാക്കിൽ നല്ല നമ്മുടെ ഗ്രൈൻഡർ ഇട്ടുകൊണ്ട് അതിൻ്റെ സൗണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പരമാവധി വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. അത് ചുട്ടു എന്താ പൊന്നാ എന്ത് പറ്റി? മുട്ട വേണ്ടേ? കഴിച്ചോ? കടിക്ക് ഫുള്ള് വായിലിടല്ല. ഐ അച്ചമ്മ ഫിഷ് കറിക്ക് തക്കാളി പച്ചമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ കയ്യിലാവും. അപ്പം അത് ലാസ്റ്റ് നമുക്ക് ഒന്നിച്ച് കഴുകാം. പപ്പായ എന്നാ വേണേ തിന്നു. അമ്മ തിന്നുണ്ടേ. അച്ചമ്മ ഫിഷ് കറി. ഇതിന്റെ തോല് പക്ഷെ നല്ല കട്ടിയുണ്ടല്ലേ. ചപ്പാത്തി ഞാൻ തിന്നോളൂ, നീ തിന്നണ്ട. ഹസാറില്ല മാങ്ങ ഇട്ടിന് മാങ്ങ ഇട്ട് നമുക്ക് ചുട്ടൂൻ്റെ അയില മാത്രം സൈഡിൽ വെച്ചിട്ട് ഞാൻ വെച്ച് ബാക്കി അയില ഇതിലിട്ട് അത് എടുത്തിട്ട് ബക്കറ്റിലിടട്ടെ. നമ്മളെ കറിയെല്ലാം അടുപ്പത്തായി. ഇനിയിപ്പം ഞാൻ പോയിട്ട് ചുട്ടൂൻ്റെ ഡ്രസ്സെല്ലാം തിരുമ്പിടാം. അങ്ങനെ ഷുട്ടൂനെ കളിക്കാനാക്കിയിട്ട് നേരെ പിന്നെ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയി. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമായിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. അതുകൊണ്ട് ഞാൻ പരമാവധി പെട്ടെന്ന് തീർക്കുകയാണ്. അവളുടെ ഞാൻ എപ്പോഴും വാഷിംഗ് ലിക്വിഡ് ഇട്ടിട്ട് ആണ് ഇതാക്കാറുള്ളത്. സോപ്പ് പൊടി അധികം ഉപയോഗിക്കാറില്ല. ബിക്കോസ് കുട്ടികളുടെ ഭയങ്കര നേരിയ ക്ലോത്തൊക്കെ അല്ലേ, പെട്ടെന്ന് നരച്ചു പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ലിക്വിഡ് ഇട്ട് പിന്നെ ആ അഴുക്കായ സ്ഥലത്തൊക്കെ കുറച്ച് വാഷിംഗ് സോപ്പ് ഇട്ട് ഒന്ന് ഉരച്ച് കളയാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ചീത്തയായി പോവും ഡ്രസ്സൊക്കെ. അങ്ങനെ അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് മാറ്റി ഇടാമെന്ന് വിചാരിച്ചു. നല്ല ഡ്രസ്സും എന്താ പറയുക വീട്ടിൽ ഇടുന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ കുറേയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവർക്ക് ഇപ്പോൾ പോട്ടി ട്രെയിനിങ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ മൂത്രമൊഴിക്കുകയൊന്നുമില്ല. ചെറുതിലൊക്കെ ആയിരുന്നു കുറേ തുണിയും കാര്യങ്ങളൊക്കെ. ഇപ്പം അത്രയൊന്നുമില്ല. അവൾ അത്യാവശ്യം യൂറിൻ പാസ് ചെയ്യാനാണെങ്കിലും അപ്പിടാനാണെങ്കിലും പറയും. അപ്പോൾ അങ്ങനെ അതൊക്കെ വാഷ് ചെയ്ത് മാറ്റി വെച്ചു. ഞാൻ വരുമ്പോഴേക്കും മമ്മി ഇതാ ഫിഷ് ഫ്രൈ ആക്കാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇങ്ങനെ നമ്മൾ മാങ്ങയിട്ട് വെച്ച കറി റെഡി. ഇനി വറലിടുമല്ലേ വേണ്ടല്ലേ? ഉലുവ ഇടുമോ അമ്മ? അല്ല കായ്മുളക് ഉലുവയാ? വേണ്ട. ഓക്കെ. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് കറി നല്ല ഉലുവയൊക്കെ വറുത്തിട്ട് സെറ്റായിട്ടുണ്ട്. ഇനിയൊന്നും ചെയ്യാനൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു 11:30 ആകുമ്പോൾ ഇപ്പം ചുട്ടൂന് ഞാൻ അധികം ഫ്രഷ് ജ്യൂസാണ് കൊടുക്കാറുള്ളത്. എന്തെങ്കിലും ഒരു ഫ്രൂട്ടിന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ കൊടുക്കും. അതാണ് അവളുടെ ഒരു മിഡ് സ്നാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 6 മണിയായ പോലെ ഉണ്ടല്ലേ. ഫുൾ മഴ പെയ്യോ ചുട്ടു? അങ്ങനെ ചുട്ടുപ്പി നല്ല കുട്ടിയായിട്ട് ജ്യൂസൊക്കെ കുടിച്ചു. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അമ്മ വെച്ച് തരും. നമ്മൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ അവർക്ക് നേരത്തെ ഉറങ്ങുന്നതിന് മുന്നേ ഫുഡൊക്കെ കൊടുക്കും. വെച്ച് തരാം. അപ്പം എൻ്റെ ഫോണിൽ എന്തായാലും ചാർജില്ല. ഞാൻ കുറച്ച് നേരം കുത്തി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെയും വരാം. ഓക്കെ. ഇവിടെ ഉണ്ടല്ലോ ഇപ്പം എന്താ പറയുക, ചെറുങ്ങനെ ഇങ്ങനെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. പെയ്യുന്നുമില്ല, എന്താ പറയുക വെയിലും ഇല്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണുള്ളത്. അപ്പോൾ ഷുട്ടു നമ്മളിന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈവനിങ് അമ്മമ്മേൻ്റെ അടുത്ത് പോകേണ്ടതുകൊണ്ട് അവർ അച്ചാച്ചനും അച്ഛനും മോളും കൂടെ ഡീസൽ അടിക്കാൻ പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നു. എനിക്ക് ഇന്ന് ഇടാനുള്ള വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരിപാടിയിലാണ്. ചാർജ് കുറച്ച് ചെയ്തു. എന്നിട്ടിപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവൾ വന്നാൽ എന്തായാലും സമ്മതിക്കില്ല എന്നാൽ.
അതുകൊണ്ട് എന്തായാലും ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഷൂട്ട് വന്നിട്ട് കാണാം കേട്ടോ. ഷൂട്ടൂപ്പ് എത്തി, ഇപ്പോൾ 12:45. ഞാൻ എന്തായാലും നമുക്ക് ചോറ് കൊടുക്കട്ടെ, എന്നിട്ട് ഉറക്കണം, എന്നാലേ നമ്മൾ പോക്കും പരിപാടിയൊക്കെ നടക്കുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ചോറ് കൊടുക്കട്ടെ. അതിന് നമ്മൾ ഷൂട്ടൂപ്പ് ചോറൊക്കെ തിന്നു. ഇനി ഞാൻ ഇവിടെ ഒന്ന് പെട്ടെന്ന് മേല് കഴിപ്പിച്ചിട്ട് എന്താ പറയുക പാമ്പസൊക്കെ ഇടിച്ച് ഒന്ന് ഉറക്കട്ടെ. എന്നാൽ പിന്നെ നമുക്ക് എന്താ പറയുക എനിക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇവിടെ വേഗം കുളിപ്പിക്കട്ടെ. അത് കഴിച്ചിട്ട് ചോറ് തിന്ന് പറ, മമ്മ കഴിച്ച് പറ, അയ്യോ മാല കുട്ടിക്കല്ലേ. അപ്പം എന്തായാലും നമ്മൾ കുളിച്ചിട്ട് വരാം. കുളിയൊക്കെ കഴിഞ്ഞ ആളിതാ ഉറങ്ങി. ഇനി ഞാൻ പെട്ടെന്ന് റെഡി ആവണം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും പെട്ടെന്ന് റെഡിയായി. പേരാമ്പ്രയാണ് അമ്മമ്മനെ കാണാൻ പോകേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. എന്തായാലും നമ്മൾ പോകുന്ന വഴി കാണാം. ഓക്കെ, അങ്ങനിതാ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഇറങ്ങി. ഞാൻ ഡ്രസ്സ് മാറ്റാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ ഷുട്ടു എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും പെട്ടെന്ന് ഡ്രസ്സ് ചെയ്യിപ്പിച്ച് നമ്മൾ ഇറങ്ങി. നമ്മൾ ഒരു ഈവനിങ് ഒരു 4 ആയപ്പോൾ ഇറങ്ങി. നമുക്ക് ഇവിടുന്ന് എന്തായാലും ഒരു 1 hour ഡ്രൈവ് ഉണ്ട് പേരാമ്പ്രയിലേക്ക്. കുറേ നാളായി ഇപ്പോൾ പോയിട്ട്. ആക്ച്വലി ഇവിടെ പോകുമ്പോഴുള്ള രസം ഇതാണ്, കുറേ കുന്നും മലയും കുറച്ചൊരു മലയോര പ്രദേശം പോലത്തെ സ്ഥലം, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അടിപൊളി ഏരിയ ആണ്. അവിടെയാണെങ്കിൽ നല്ല മഴയുമായിരിക്കും. നമുക്ക് പെയ്യുന്നതിന് മുന്നേ അവിടെ പെയ്യും. അങ്ങനെ പോകുന്ന വഴി നമ്മൾ MRL കയറി എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് തന്നെ നല്ല ചായയും സ്നാക്സും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചായ കുടിച്ചു. ഒരാളാണെങ്കിൽ പുഴ കാണണം എന്ന് പറഞ്ഞിങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളെ ഒന്ന് പുഴ കാണിക്കാമെന്ന് ചോദിച്ച് നമ്മൾ റിവേഴ്സ് ഇട്ട് ജസ്റ്റ് ഒന്ന് നിർത്തി പുഴയൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങോട്ടൊക്കെ പോകുമ്പം കുറേ ഇങ്ങനത്തെ സ്ഥലങ്ങൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇതാ നമ്മളവിടെ എത്തി. അവരിപ്പോൾ റീസെൻ്റ്ലി വീട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു മെയിൻ ലക്ഷ്യം. നമ്മൾ പോയി. അങ്ങനെ ഇതാണ് നമ്മുടെ അച്ചച്ചനെ കണ്ടു. അവിടെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ പിള്ളേരൊക്കെയാണിത്. അപ്പോൾ ഷുട്ടു കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൾക്ക് ഓടിക്കളിക്കാൻ കുറേ മുറ്റമുണ്ട് അവിടെ. അപ്പോൾ അവൾ മുറ്റത്ത് നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് വരുന്നുണ്ടായിരുന്നില്ല ആൾ. ഞാൻ പിന്നെ ഇവിടെ ഫുള്ള് വോയിസ് ഓവർ കൊടുത്താണ്. അവർ ഫാമിലി ആയിട്ട് അവർ സംസാരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി വ്ളോഗ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എടാ ഷുട്ടപ്പാ, അങ്ങനെ ഇതാ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ഇതൊരു ഭയങ്കര കുട്ടി വ്ളോഗാട്ടോ. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് ഇനി പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.